ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ശബ്ദം കൂട്ടുമ്പോൾ വോയിസ് പതറുന്നതോ അല്ലെങ്കിൽ ഒരുതരം തടസ്സമോ അനുഭവപ്പെടാറുണ്ടോ? ഇത് പലപ്പോഴും സ്പീക്കറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ ഇത് നമുക്ക് തന്നെ ലളിതമായി ശരിയാക്കിയെടുക്കാം. അത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കിയാലോ. ഞാൻ ഈ സ്പീക്കർ ഓൺ ചെയ്ത് ഫുൾ വോളിയത്തിൽ പാട്ട് വെക്കുമ്പോൾ സൗണ്ട് ഒട്ടും വ്യക്തമല്ല. ഒരു പതർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത. ആദ്യത്തെ കാരണം ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ് കുറയുന്നതാണ്. നമ്മളിതിൻ്റെ ബാറ്ററി അഴിച്ചപ്പോൾ കണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ, അതായത് BMSൻ്റെ പോസിറ്റീവ് ലൈൻ തുരുമ്പായിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇത് വലിയൊരു കാര്യമാണ്. നമ്മളിത് റിപ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി മാറുന്നതിനോടൊപ്പം BMS ബോർഡും നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. 2000 mAh ബാറ്ററിയാണ് അവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നത് സാൻഫോർഡ് എന്ന കമ്പനിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് 7000 mAh എന്നൊക്കെയാണ്. എങ്കിലും നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ കാണുന്നതാണ് സാൻഫോർഡിൻ്റെ ആ പറഞ്ഞ ബാറ്ററി. 3.7 വോൾട്ടേജ് 7000 mAh എന്നാണ് ഇതിലവർ എഴുതിയിരിക്കുന്നത്. നമ്മളിതിൽ BMSന് പ്ലേറ്റിന് പകരം നല്ല കട്ടിയുള്ള കോപ്പർ കമ്പി ഉപയോഗിച്ചാണ് ഇതിൽ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി സ്പോട്ട് വെൽഡ് ചെയ്യുന്ന മെഷീൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോൾഡറിങ് ആണ് ചെയ്യുന്നത്. ബാറ്ററിയൊക്കെ സ്പോട്ട് വെൽഡ് ചെയ്യുന്നൊരു മെഷീൻ നമ്മൾ ഉടനെ നിർമ്മിക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സ്പീക്കറൊക്കെ റെഡി ആയിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകൊണ്ടാണ് പാട്ട് അധികം കേൾപ്പിക്കാത്തത്. ഇതിൽ മൈക്രോഫോണൊക്കെ ഉപയോഗിച്ച് നന്നായി പാട്ടൊക്കെ പാടാൻ പറ്റും. നല്ല എക്കോയും ഒക്കെ ഉണ്ട്. നല്ല സൂപ്പർ സൗണ്ടാണ് ഇത് കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന പോലല്ല, അടിപൊളി സൗണ്ടാണ്. ഇതിൻ്റെ BMS മാറുമ്പോൾ എന്തായാലും പുതിയ ബാറ്ററി വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നീടൊരു കംപ്ലൈൻറ്റ് വരത്തില്ല. കാര്യം ഇതിന് ബാറ്ററിക്ക് വലിയ പ്രശ്നം ഇല്ലെങ്കിൽ തന്നെ പുതിയൊരു ബാറ്ററി വെച്ച് നമ്മളത് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് ചാർജിങ്ങിൻ്റെ ഇഷ്യൂവോ അല്ലെങ്കിൽ ബാക്കപ്പ് കുറയുന്ന കാര്യമോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിന് വരാൻ സാധ്യത കുറവാണ്. നമ്മളുടെ കഴിഞ്ഞ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്നതാണ് ഈ പ്രോഡക്റ്റ്. വോളിയം കൂട്ടുമ്പോൾ ശബ്ദം പതറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സ്പീക്കറിൻ്റെ പേപ്പറെല്ലാം കീറി നശിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കും എന്നാണ്. പിന്നീട് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.